People call me. നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലേ, ആ വീഡിയോ ക്ലിപ്പ് മുഴുവനായിട്ട് അതിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ കാണിക്കണം. താങ്കൾ വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, ആ വീഡിയോ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ മുഴുവനായി പ്ലേ ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പി ഞങ്ങളുടെ വകയിലൊരു ജ്യേഷ്ഠനായിട്ട് കാഫിറിനെ വെറുക്കാനും അമുസ്ലിമിനോട് വെറുപ്പൊക്കെ പറയുന്ന ഒത്തിരി ആയത്തുകൾ ഇപ്പോഴും നെസ്ഖ് ചെയ്യാതെ അതുപോലെ തന്നെ അങ്ങ് അതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. അപ്പം നെസ്ഖ് ചെയ്യാത്ത റീപ്ലേസ് ചെയ്യാത്ത ആയത്തുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഒരു ഇസ്ലാം പൊളിറ്റിക്സ് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. ബന്ധങ്ങൾ ഇപ്പോ ഇവിടെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ സംസാരത്തിൽ ഒരു 7 തവണയോ 8 തവണ എന്റെ പേരെടുത്ത് പോലും പരാമർശിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു വ്യക്തി വൈരാഗ്യമായിരിക്കാം. ഐ ഡോണ്ട് കെയർ. എനിവേ, പണി വരുന്നുണ്ടവർ. അപ്പൊ ഞാൻ പറയുന്നത്, ഞാനൊരു മദ്രസയിൽ പഠിച്ച ആളല്ല. ഞാൻ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി വാർത്തെടുക്കുന്ന ഒരു പുരോഹിത വർഗത്തെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിച്ച ആളാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. സോ ഇസ്ലാം എന്ന് പറയുന്നത് ഓരോ തെറ്റുകൾക്കും അതിന് വേണ്ട ക്രൈമുകൾ എന്തൊക്കെയാണ് അത് വളരെ കൃത്യമായി പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇപ്പോ ഇത് എന്താ പറയാ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പ്രശ്നമില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വിരുദ്ധമല്ല എന്നിവർ പറയുന്നുണ്ട്. ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. പിന്നെ എന്തിനാണ് ട്രിപ്പിൾ തൊലാഖ് നിരോധിച്ചതിന് ശേഷം പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ മതസ്ഥാപനങ്ങളിൽ മുത്തലാഖ് പഠിപ്പിക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ ജിനായാത്ത് വൽ ഹുദൂദ്, ഓരോ തെറ്റുകൾക്കുള്ള ശിക്ഷകൾ പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. കോമൺ പീപ്പിളിന് അറിയില്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിമീങ്ങൾ മോസ്റ്റ് ഓഫ് ദം 95 or 98 ദേ ആർ ഇന്നസെന്റ്. പിന്നെ ഇവിടെ ആരൊക്കെ മരിച്ചു, ആരൊക്കെ എന്തൊക്കെ നേരിട്ടു എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിന്റെ ഒരു ഇതുണ്ട്. ശരിക്കും നിങ്ങൾ മരിക്കേണ്ട, ബട്ട് ഞങ്ങൾ അത് ചെയ്തില്ല. ഓക്കെ, ആ ഒരു ധ്വനി ഉണ്ട് അവിടെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്താണ് ഇസ്ലാമിന്റെ നിയമം? വമൻ ഇർതദ്ദ ഫഖ്തുലുഹു. ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയാൽ അവനെ നിയമം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവിടെ പണ്ഡിതൻ പറയുകയുണ്ടായി, ഓൺലൈൻ ക്ലാസ്സിൽ പൊതുസമൂഹം വീക്ഷിച്ചതാണ് എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന്. അപ്പൊ ഈ അദ്ദേഹം പറയുന്നത് മദ്രസകളുടെ വിഷയം മാത്രമാണ്, മതപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചതിനെ ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് ഈ കൊറോണയുടെ സമയത്ത് തന്നെ മദ്രസകളിൽ 12ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതൊന്ന് വാട്സാപ്പിലേക്ക് ഇട്ടുവെന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റും. ശ്രീ അസ്കർ, വേണ്ട. ഇതിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, ജിനായാത്ത് വൽ ഹുദൂദ് എന്ന് പറയുന്ന ഓരോ തെറ്റുകൾക്കും അതിന്റെ ശിക്ഷകളും പരാമർശിക്കുന്ന പാഠഭാഗത്തിൽ ഒരു അധ്യാപകൻ വളരെ സിമ്പിളായി, ഇതൊക്കെ എക്സ് മുസ്ലിം ഇവിടെ മുമ്പ് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ വളരെ സിമ്പിളായി അദ്ദേഹം പറയാണ്, ടീമിന് എന്റെ കൈ കിട്ടി ഞാടി നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താണെന്ന് ചെയ്തോ? ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്. രാധാകൃഷ്ണൻ സാർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, സ്ത്രീകൾ കൃഷിയിടാണ്. അപ്പൊ അദ്ദേഹം അതിനെ ഒരു ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വാദം നമ്മൾ കേട്ടു. ഒരു പുരുഷനോട് പറയാണ്, നിന്റെ സ്ത്രീ നിനക്ക് കൃഷിയിടാണ് എന്ന്. നമുക്കറിയാലോ. അപ്പൊ ഇവർ പറയുന്നത് എന്താണ്? ഒരു പുരുഷൻ ഒരു കൃഷിയിടത്തെ എത്രത്തോളം മഹാത്മ്യത്തോടെ അല്ലെങ്കിൽ എത്രത്തോളം ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്, അതുപോലെയാണ് ഒരു പുരുഷൻ സ്ത്രീയെ കാണേണ്ടത് എന്ന മാനവികതയുടെ വലിയ സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് ഇവര് തള്ളിമറിക്കുന്നത്. Then I have one question. ഒരു കൃഷിയിടത്തിൽ ആണുങ്ങൾ മാത്രമല്ലല്ലോ ഉണ്ടാകാറ്, സ്ത്രീകൾ ഉണ്ടാകാറുണ്ടല്ലോ. ഈ സ്ത്രീകളോട് പറയാലോ, നിങ്ങളുടെ ആണുങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിയിടം പോലെയാണ് അല്ലേ? ഒരു കൃഷിയിടത്തിൽ ആണുങ്ങൾ മാത്രമാണോ കൃഷി ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പൊ സ്ത്രീകളോടും പറയണ്ടേ, നിങ്ങളുടെ കൃഷിയിടാണ് ആണുങ്ങൾ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കൃഷിയിടത്തെ കാണുന്നത് അതുപോലെ നിങ്ങളും ഇതിനെ കാണുന്നില്ല. ഇതെല്ലാം ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ പുട്ടിയടിച്ച് ഇവരുടെ ബിസിനസ് നിലനിർത്തുവാനുള്ള പാവങ്ങളായ കോമൺ പീപ്പിളിനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. നീ അറിഞ്ഞ
കൃഷിയിടം എന്ന ഒരു ആലങ്കാരിക പ്രയോഗം നടത്തി അതിനെയാണ് വിമർശിക്കുന്നത്. എന്നിട്ടോ ആരിഫ് ഹുസൈൻ പറഞ്ഞത് അത് കോണ്ടെക്സ്റ്റ് എടുക്കണം. അത് തന്നെയാണ് നമ്മുടെ അസ്കർ അലിയും പറഞ്ഞത്. അവതരിച്ച സന്ദർഭം ആരിഫ് ഹുസൈൻ പറയാം, പക്ഷെ അസ്കർ അലി ഇത് പറയാൻ പറ്റുമോ? 10-15 കൊല്ലം പഠിച്ചതല്ലേ. വെള്ളയും വെള്ളം ഇട്ട് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഹുദവി ആകാൻ വേണ്ടി ഒരുപാട് കൊല്ലം പഠിച്ച ആളല്ലേ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലേ, ആ വീഡിയോ ക്ലിപ്പ് മുഴുവനായിട്ട് അതിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. നിങ്ങൾ കാണിക്കണം. താങ്കൾ വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, ആ വീഡിയോ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ മുഴുവനായി പ്ലേ ചെയ്യും. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഇവിടെ ആളുകൾ കേൾക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അവന്റെ വിധി, അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ എന്നാണ്. എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് അത് അല്ല. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു ഇസ്ലാമിക ഭരണകൂടം നിലവിലുള്ള രാജ്യത്ത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ പട്ടാളക്കാരൻ കൂടിയാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? എന്റെ പൊന്നിയടത്തി ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം മറുത്തു. ഈ വിഷയം 10-15 കൊല്ലം പഠിച്ച ഞാൻ, അസ്കർ അലി അപ്പുറത്തുണ്ടല്ലോ, ഞങ്ങളെ രണ്ടുപേരെയും ഇരുത്തി നിങ്ങൾ ഒരു ഡിബേറ്റ് നടത്ത്. അതെ, ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പ കുറവ് കിട്ടും. അല്ല ഭ്രാന്തിന് വായിക്കാം. കിതാബുകൾ വായിച്ചുകൊണ്ട്, ഖുർആനും ഹദീസും വായിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ചിരിച്ചു പോയനെ. സാറിന്റെ ആത്മാർത്ഥ സംശയിച്ച സ്ഥിതിക്ക് ഞാനിനി കുടിക്കണതിൽ കാര്യമില്ലല്ലോ. ഞാൻ പോട്ടെ. ഇവിടെ കാണിച്ച വീഡിയോ ഒന്നുമില്ല അതിനകത്ത്. ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ആ ഭരണാധികാരി, ഇവിടെ രാമസിംഹനും അസ്കർ അലിയും ആരിഫ് ഹുസൈനും ഒന്നും ഇസ്ലാമിക രാജ്യത്തല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരാരും പെടാൻ പാടില്ല. അത് ഭരണ ഭയക്കോ കൊടുത്തു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.